രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച മാതൃകകൾ തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പിലാക്കുമെന്ന് മേയർ വി രാജേഷ്. തിരുവനന്തപുരം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരസഭയുടെ പണം കട്ടെടുത്തവരെ നിയമപരമായി നേരിടുമെന്നും വി രാജേഷ് കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് മേയർ വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും മാധ്യമങ്ങളോട് സംവദിച്ചത്. വികസന കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ BJPക്കുണ്ട്. മാലിന്യ പ്രശ്നം അടക്കമുള്ള വിഷയത്തിൽ BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച മാതൃകകൾ തിരുവനന്തപുരം നഗരസഭയിലും നടപ്പിലാക്കുമെന്ന് വി രാജേഷ് പറഞ്ഞു. നഗരസഭ മേയറായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടന്ന മീറ്റ് ദ പ്രസിലാണ് വി രാജേഷ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള കാഴ്ചപ്പാട് കേന്ദ്ര ഗവൺമെന്റും നരേന്ദ്രമോദിയും ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ രാജ്യത്ത് എമ്പാടും വരച്ചു കാട്ടിയ മാതൃകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ഇൻഡോറാണ്. അപ്പോൾ ഇൻഡോറിൽ നടപ്പിലാക്കിയ വേസ്റ്റ് മാനേജ്മെൻറ്റ് മാതൃക നമുക്കതിൻ്റെ ചെറിയൊരു രൂപം തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ സാധിക്കും. നഗരസഭയിൽ അനധികൃത നിയമനമുണ്ടാകില്ല. എല്ലാ ട്രാൻസാക്ഷനുകളും ഓൺലൈനായി മാത്രമായിരിക്കും. നഗരസഭയുടെ പണം കട്ടെടുത്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മേയർ പറഞ്ഞു. മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ അഴിമതി സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മേയർ വി രാജേഷ്. ഞങ്ങളുടെ കയ്യിൽ കുറേ രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു കാര്യം പറയാം. ജനങ്ങളുടെ നികുതി പണം കട്ടെടുത്തവർ ആരായാലും തന്നെ അവർ ആൻസറബിളാണ്. അതിനാവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും. മേയർ വി രാജേഷിനെയും ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെയും പ്രസ് ക്ലബ് ഭാരവാഹികൾ ആദരിച്ചു. ആരോഗ്യ, മാലിന്യ, തെരുവുനായ അടക്കമുള്ള വിഷയത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുകളാണ് തങ്ങൾക്കുള്ളതെന്ന് ഇരുവരും പറഞ്ഞു. പ്രഥമ പരിഗണന ജനങ്ങൾക്കാണ്. അഴിമതിരഹിത ഭരണത്തിലൂടെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമെന്നും വി രാജേഷും ആശാനാഥും ഉറപ്പു നൽകി. ജനം, തിരുവനന്തപുരം.